ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖിലിനോട് വസുന്ധര പറയുകയാണ്, നീ ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ മാഹാത്മ്യമൊക്കെ പറയുന്നുണ്ടല്ലോ, കൂടിപ്പോയ 10 ദിവസം, അത് കഴിഞ്ഞ് നീ ഇവിടുത്തെ അടുക്കളയിലേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാനേ പോകുന്നില്ല. അമ്മ ശ്യാമയോട് കാണിച്ചതിനൊക്കെ ആദ്യം ശ്യാമയോട് ക്ഷമ ചോദിക്ക്, എന്നിട്ട് മാത്രമേ ഇവിടുത്തെ അടുക്കളയിൽ വെക്കുന്ന ആഹാരം ഞങ്ങൾ കഴിക്കുകയുള്ളൂ. അത്രയും പറഞ്ഞ് അഖില് ആഹാരവുമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അവളുടെ തലേണ മന്ത്രത്തിന്റെ ശക്തി കണ്ടില്ലേ? പിന്നീട് കാണിക്കുന്നത് അഖില് ആഹാരവുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നതാണ്. ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു സാർ, അമ്മയ്ക്ക് ഒന്നുകൂടി ദേഷ്യമാകില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, എനിക്ക് നിന്റെ അഭിമാനമാ വലുത്. നിന്നെ അവഗണിച്ചവരോട് അതേ നാണയത്തിൽ തന്നെ ഞാൻ പ്രതികരിക്കും. നിന്നെ അവഹേളിച്ചവരുടെ മുമ്പിലിരുന്ന് തന്നെ നമ്മൾ ഈ ആഹാരം കഴിക്കുമെന്ന് അഖില് പറയുമ്പോൾ വേണ്ടെന്ന് ശ്യാമ പറയുന്നു. നമ്മൾ എല്ലാവരുടെ മുമ്പിലിരുന്ന് താഴെയാ ആഹാരം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഖില ശ്യാമയും കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അഖില് വസുന്ധരയുടെയും ഐശ്വര്യയുടെയും മുമ്പിൽ നിന്ന് തന്നെ പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുക്കുകയും ശ്യാമയ്ക്ക് വാരി കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വസുന്ധരയും ഐശ്വര്യയും. നമ്മളെയൊക്കെ തോൽപ്പിച്ചു കളയാമെന്ന ചിലരൊക്കെ കരുതിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പിരിയുമെന്ന അവർ കരുതുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അവരറിയുന്നില്ലല്ലോ. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമൃത. പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിലേക്ക് വന്ന് തന്റെ കണ്ണന്റെ മുന്നിൽ വിഷമത്തോടെ നിൽക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് അഖില് വരുമ്പോൾ ശ്യാമ പറയുകയാണ്, എല്ലാം ഒരു സ്വപ്നം പോലെയാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ വരെ കണ്ട ആനന്ദ നിലയമല്ല ഇത്. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം വീടുകള്. നമ്മൾ രണ്ടുമല്ലല്ലോ അതിനൊന്നും കാരണം. നമ്മളെപ്പോഴും സ്നേഹവും വിട്ടുവീഴ്ചയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചില സമയത്ത് നിന്നെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. നിന്നെ ആരുടെ മുന്നിലും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അഖില് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അഖിലിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമ. കുറച്ചു നേരത്തെ ഞാൻ പേടിച്ചാ നിന്നത്. നമ്മുടെ ഭാവി ഇരുണ്ടുപോയല്ലോ, എന്തു ചെയ്യുമെന്നൊക്കെ കരുതി. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ധൈര്യമായി. എൻ്റെ അഖിൽ സാറ് എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്ത് തടസ്സവും മറികടക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ടിപ്പോൾ. ഒരു സാഹചര്യത്തിലും നീ പട്ടിണി കിടക്കില്ല, അതെൻ്റെ വാക്കാണെന്ന് അഖില് പറയുമ്പോൾ, സാറ് പട്ടിണി കിടന്നാലും എന്നെ പട്ടിണി കിടത്തില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ശ്യാമ ചോദിക്കുന്നു. പട്ടിണിയാണെങ്കിൽ രണ്ടുപേരും പട്ടിണി, അത് മതിയെന്ന് ശ്യാമ പറയുന്നു. നമുക്കെന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, സംഗീതത്തിന്റെ പ്രപഞ്ചം തന്നെ കീഴടക്കിയ ആളാണല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രശസ്തിയും സമ്പത്തും എല്ലാം തന്നെ സംഗീതം നേടിത്തരും. ഇനി നമ്മൾ സംഗീതത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സാർ, സാറ് കൂടെയുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമാണ്. പക്ഷേ ഞാനൊരു സാധാരണ സ്ത്രീയാണ്. ചില സമയത്ത് ഞാനൊന്ന് തകർന്നു പോകും. അപ്പോൾ സാറിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചാൽ മാത്രം മതി. തുടർന്ന് അഖില് ചോദിക്കുകയാണ്, എന്നാൽ നമുക്ക് പോയാലോ? എങ്ങോട്ടേക്കാ സാർ? ശശികുമാർ സാറിൻ്റെ അടുത്തേക്ക്. ശശികുമാർ സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അങ്ങനെ അഖിലും ശ്യാമയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അഖില് വണ്ടി തുറന്ന് കയറാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധര പറയുകയാണ്, നിക്ക്, അത് എൻ്റെ കാറാണ്. കമ്പനിയിലെ അവകാശങ്ങളും നിന്റെ പദവിയും എല്ലാം തന്നെ രാജിവെച്ചതല്ലേ നീ? ഈ കാറിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ഞാനാണ്. നിനക്ക് വേണമെങ്കിൽ ഞാനിത് ഉപയോഗിക്കാൻ തരാം. പക്ഷെ അതെൻ്റെ ഔദാര്യം മാത്രമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ലാത്തവരെ ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. സമ്മതമാണെങ്കിൽ നീ വണ്ടി എടുത്തോളാൻ വസുന്ധര പറയുമ്പോൾ ശ്യാമയെ ചേർത്ത് പിടിച്ച് അഖില് പറയുകയാണ്, എനിക്കിഷ്ടമുള്ളവരെ കയറ്റാൻ പറ്റില്ലെങ്കിൽ കാറല്ല പുഷ്പക വിമാനം തന്നാലും എനിക്കത് വേണ്ട. എടാ അഖി, നീ ഇങ്ങനെ പെൺകൊന്തനാകരുത്. അമ്മ പറയുന്നത് അനുസരിക്കാൻ നോക്ക് എന്ന് ഐശ്വര്യ പറയുമ്പോൾ അഖില് ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ ശ്യാമയെ തള്ളിക്കളയാനാണോ പറയുന്നത്? നീ അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ. നിന്റെ ഭാവി കളയരുത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ച് അഖില് പറയുകയാണ്, ഈ നിൽക്കുന്നതാ എൻ്റെ ഭാവി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാർ എടുക്കണ്ടെന്ന് പറയുമ്പോൾ ഞാനങ്ങ് തളർന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയോ? ശ്യാമ കൂടെയുള്ളപ്പോൾ ഞാനോ ഞാൻ കൂടെയുള്ളപ്പോൾ ശ്യാമയോ തളർന്നു പോകാനേ പോകുന്നില്ല. ശ്യാമേ, താൻ വാ, നമ്മുടെ കാശ് കൊണ്ടുവാങ്ങിയ ഈ സ്കൂട്ടറിൽ നമുക്ക് പോകാം. നീയെ അവളെ പൊക്കി അങ്ങ് രാജകുമാരിയാക്കാൻ ഐശ്വര്യ പറയുമ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ ഏട്ടത്തിയെന്ന് വിളിക്കുകയാണ് ശ്യാമ. ഭൂമിയോളം ക്ഷമിക്കാം, അതിൻ്റെ അപ്പുറമുള്ള ക്ഷമയൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരുപാട് സഹിക്കുന്നുണ്ട്. പിന്നെ കാറിലിരുന്ന് യാത്ര ചെയ്യാമെന്ന് കരുതിയൊന്നുമല്ല ഞാൻ അഖിൽ സാറിനെ വിവാഹം ചെയ്തത്. അഖിൽ സാറിനെ പോലെ ഒരാളല്ലാതെ എനിക്ക് മറ്റൊന്നും ഈ ലോകത്തിൽ വലുതായിട്ടില്ല. ഐശ്വര്യേട്ടത്തി ഇനി അങ്ങനെ സംസാരിക്കരുതെന്ന് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി പറയുകയാണ് ശ്യാമ. ശ്യാമയുടെ വാക്കുകൾക്ക് മുന്നിൽ പേടിയോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് ശ്യാമ അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അഖിൽ പറയുകയാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയും ഇതുപോലെ തന്നെ പ്രതികരിക്കണം. അപ്പോൾ പലരും പത്തി താഴ്ത്തി നിന്നോളും ആണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ഐശ്വര്യ നീ മിണ്ടാതിരിക്കുക, അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാ ഇത്. ശ്യാമ പറയുകയാണ്, സാർ
സാറ് കയറിക്കോ, സാറ് പറഞ്ഞതുപോലെ ഞാൻ തന്നെ വണ്ടി എടുത്തോളാം. ശ്യാം അഖിലിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഏതെങ്കിലും പാണ്ടി ലോറി വന്ന് ഇടിച്ചാൽ മതിയായിരുന്നു. ഐശ്വര്യേ എന്ന് വസുന്ധര വിളിക്കുമ്പോൾ, അത് പിന്നെ അമ്മേ, ഞാൻ അവളുടെ കാര്യം മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് ഐശ്വര്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അരികിൽ നിന്ന് കരയുന്ന ശ്യാമയെയാണ്. ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചാൽ സാറിന് ദേഷ്യം വരുമോ? സാറ് മാത്രം വീട്ടിലേക്ക് ചെല്ലാനല്ലേ അമ്മ പറഞ്ഞത്? ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, തനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടാക്കാം, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. തനിക്ക് എന്നെ ഒറ്റയ്ക്കാക്കാൻ അത്ര ആഗ്രഹമാണല്ലോ. അത് പിന്നെ സാർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ശ്യാമ പറയുകയാണ്. എന്താണെങ്കിലും നമുക്ക് ശശികുമാർ സാറിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ശ്യാമ പറയുമ്പോൾ ശശികുമാർ അഖിലിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. ശ്യാമയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഇങ്ങോട്ട് വരണ്ടെന്നും കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണില്ലെന്നും ശശികുമാർ മെസ്സേജ് അയക്കുമ്പോൾ ഇത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. എന്നാലും ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ജഗന്നാഥൻ അല്ലാതാരാ? ഇതാണെങ്കിലും അമ്മ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അത്രയും ഇതൊന്നും വരില്ലല്ലോ എന്ന് അഖിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.